കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൂടി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ UDFന് 2026 അതായത് മെയ് മാസത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം സാധ്യതയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം. ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാർക്ക് നേരെ UDFന്റെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ശക്തമായ എതിർപ്പുകളുണ്ട്. ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ചിട്ട് സഭ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PJ ജോസഫ് കൂടി LDFന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ള രീതിയിലേക്കാണ്. സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ BJPയിലേക്ക് കാലുമാറാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട്. കാരണം UDF അധികാരത്തിൽ വരുമെന്ന് UDFന്റെ നേതാക്കന്മാർക്ക് ഇപ്പോഴും വിശ്വാസമില്ല. മുസ്ലിം ലീഗ് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റിൽ മത്സരിച്ചോ അത്രയും സീറ്റുകൾ മുസ്ലിം ലീഗിന് നൽകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചുള്ള 10 സീറ്റും കിട്ടണമെന്നുള്ളതാണ് അവരുടെ അവകാശവാദം എന്ന് പറയുന്നത്. PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി UDF വിട്ടിട്ട് LDFിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതായിട്ട് വരും. നമസ്കാരം. കഴിഞ്ഞ വർഷം മത്സരിച്ച അതേ സീറ്റിൽ മത്സരിക്കാൻ വാശി പിടിക്കുകയാണ് PJ ജോസഫ്. എന്താണ് UDF രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്? UDFനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ ഫേസോടുകൂടി UDFനകത്തുള്ള ഒരേ ഒരു പാർട്ടിയാണ്. പിന്നെ ഉള്ളത് അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പാണ്. വേറെ ഒരു പാർട്ടിക്കും അതിനകത്തൊരു ക്രിസ്ത്യൻ ഫേസില്ല. കാരണം കേരള കോൺഗ്രസ് എം ആയിരുന്നു ഈ UDFനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഫേസ് എന്ന് പറയുന്നത്. ആ കേരള കോൺഗ്രസ് എം ഇന്നിപ്പോൾ നിൽക്കുന്നത് LDFന്റെ കൂട്ടത്തിലാണോ? അപ്പോൾ അങ്ങനെ LDFന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പല രീതിയിൽ പല വിധത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UDF നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ UDFിലേക്ക് പോകാനായിട്ട് കേരള കോൺഗ്രസ് എം വേണ്ട രീതിയിലുള്ള താല്പര്യം കാണിച്ചില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴും ഇപ്പുറത്ത് എന്താ UDFിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഈ PJ ജോസഫ് സാറും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളായിട്ടുള്ള മോഹൻ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. ഈ എതിർപ്പിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൂടി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ UDFന് 2026 അതായത് മെയ് മാസത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം സാധ്യതയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം. സുനിൽ കനകലു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വോട്ട് ബാങ്കിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ UDF നേതാക്കന്മാരുമായിട്ട് നടത്തിയിട്ടുണ്ട്. അവരെ കൃത്യമായിട്ട് ധരിപ്പിച്ചിട്ടുമുണ്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്ക് ഒരു പ്രധാന ഘടകമാണ് മധ്യ കേരളത്തിൽ UDFന് വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ. ത്രിതല പഞ്ചായത്തിലൊക്കെ ഒരുപക്ഷെ ചില സാങ്കേതികമായിട്ടുള്ള വാദങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് വിജയം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നൊക്കെ ഉള്ള അവകാശവാദങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ആ അവകാശവാദത്തിനൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാർദ്ധക്യ പെൻഷൻ ഈ സാധാരണ സ്ത്രീകൾക്കാണ് നൽകിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കന്യാസ്ത്രീ മഠങ്ങളിൽ നൽകാറുണ്ടായിരുന്നില്ല. കാരണം കന്യാസ്ത്രീ മഠങ്ങളിൽ പെട്ടിരുന്ന ആളുകളൊക്കെ ഇതിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് ശ്രീ ജോസ് കെ മാണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കന്യാസ്ത്രീ മഠങ്ങളിലുള്ള താമസിക്കുന്ന 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് കൂടി പെൻഷൻ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. പക്ഷേ ഇതിനെ ഏത് രീതിയിലാണ് മറ്റ് ചില ആളുകൾ എന്ന് സത്യം പറഞ്ഞാൽ ചില മതേതരം ആഗ്രഹിക്കാത്ത, ചില സമാധാനം ആഗ്രഹിക്കാത്ത ചില വർഗീയവാദികൾ കന്യാസ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തി. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ കന്യാസ്ത്രീ മഠത്തിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ഉണ്ടായിരുന്നില്ല. ആ പെൻഷൻ ഈ ഇടത് സർക്കാരിൻ്റെ ഈ ഒരു സമയത്താണ് ഇപ്പോൾ അത് അനുവദിക്കുന്നത്. അവർക്ക് റേഷൻ കാർഡും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെയാണ് അവർക്ക് റേഷൻ കാർഡൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാർക്ക് നേരെ UDFന്റെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ശക്തമായ എതിർപ്പുകളുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില വർഗീയ ശക്തികളുടെ കരാള ഹസ്തങ്ങളിലേക്ക് UDF നേതൃത്വം മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിലെ ചില സംശയങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ച് സഭ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PJ ജോസഫ് കൂടി LDFന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ള രീതിയിലേക്കാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നതോ അതല്ലെങ്കിൽ സഭ പറയുന്നതോ ഒന്നും വകവയ്ക്കുന്നില്ല. സഭയുടെ ഒരു കാര്യങ്ങൾക്കും ചെവി കൊടുക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം കൊച്ചി മേയർ തന്നെ ലാറ്റിൻ സഭയുടെ റെക്കമെൻഡേഷനിലല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ. പക്ഷേ അതൊന്നും ഒരിക്കലും സീറോ മലബാർ സഭയുടെയോ മറ്റു കത്തോലിക്ക സഭയുടെയോ ഒന്നും നോമിനി അല്ല അത്. കാരണം മറ്റ് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പല ആളുകളും അവഗണിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദീപ്തി മേരി വർഗീസ് ഒക്കെ മാറ്റി നിർത്തപ്പെട്ടത്. അതും കൂടി നമ്മളിവിടെ കാണാൻ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സഭ കൃത്യമായിട്ട് ഒരു നിർദ്ദേശം PJ ജോസഫ് സാറിനോട് കൊടുത്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 സീറ്റിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യതകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേരള കോൺഗ്രസ് തമ്മിലുള്ള പരസ്പര മത്സരം ഒഴിവാക്കി
ഇവർ കൂടി, അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കൂടി LDFന്റെ ഭാഗത്തേക്ക് മാറുക. അപ്പൊ ചില വിട്ടുവീഴ്ചകളൊക്കെ LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടി വരുമായിരിക്കും, ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ട് വരുമായിരിക്കും. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. സ്വാഭാവികമായിട്ട് ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്കെതിരെ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് തന്നെ സൈബർ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുമോ? കാരണം അതിനിടയിൽ തന്നെ PJ ജോസഫ് സാറിന്റെ പ്രായാധിക്യം നിലനിൽക്കെ തന്നെ മറ്റൊരു വസ്തു കൂടിയുണ്ട്. സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ BJPയിലേക്ക് കാലുമാറാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട്. കാരണം UDF അധികാരത്തിൽ വരുമെന്ന് UDFന്റെ നേതാക്കന്മാർക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇപ്പോഴും പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുമ്പോഴും പറയുന്നത് വെച്ചാൽ 72-75 സീറ്റിലേക്ക് എത്തി എന്നൊക്കെയുള്ള രീതിയിലുള്ളതാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വളരെ വലിയ രീതിയിലുള്ള ഒരു അവഗണന കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മുന്നണി വിടും. സഭ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു തെളിവ് കൂടിയിട്ടാണ് അവരിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരിച്ചത്രയും സീറ്റുകൾ ഇപ്രാവശ്യവും നൽകുന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും കഴിഞ്ഞ പ്രാവശ്യം നൽകിയ അത്രയും സീറ്റുകൾ നൽകണം എന്നൊരു ആവശ്യപ്പെടുമ്പോൾ അവിടെ സഭയുടെ ഇടപെടലുകൾ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി പറ്റും. PJ ജോസഫ് സാർ തന്നെയാണ് പരസ്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റിൽ മത്സരിച്ചോ അത്രയും സീറ്റുകൾ മുസ്ലിം ലീഗിന് നൽകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചുള്ള 10 സീറ്റും കിട്ടണമെന്നുള്ളതാണ് അവരുടെ അവകാശവാദം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല തൃക്കരിപ്പൂർ പോലുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് MP ആയിട്ട് മത്സരിപ്പിക്കുന്ന സമയത്ത് ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാം എന്നുള്ള രീതിയിലുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നതായിട്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു നേതാക്കന്മാരും പറയുന്നില്ല. അവർ പറയുന്നത് അങ്ങനത്തെ ഒരു ധാരണ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ തിരുവല്ലയിലൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും വേറോട്ടുള്ള സ്ഥലമാണ്. ചങ്ങനാശ്ശേരിയിൽ അവർക്ക് സീറ്റ് നൽകില്ല എന്ന് പറയുന്നു, ഏറ്റുമാനൂർ നൽകില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം ഈ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു അവകാശവാദം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നു. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്തതിന് ശേഷം 10 സീറ്റ് മറ്റു പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് നൽകി. അതിനകത്ത് 2 സീറ്റ് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഇടുക്കി മണ്ഡലമൊക്കെ തിരിച്ചെടുക്കണം എന്നൊക്കെയാണ് ഈ കോൺഗ്രസ്സുകാർ പറയുന്നത്. കാരണം ഇടുക്കി മണ്ഡലത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ളത് കേരള കോൺഗ്രസിലേക്കാണ്. അതിപ്പോൾ എമ്മിനാണെങ്കിലും ജോസഫിനാണെങ്കിലും ഇവിടെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ സംഘടനാ സംവിധാനം കോൺഗ്രസിനേക്കാൾ ഉള്ളത് ഈ കേരള കോൺഗ്രസുകൾക്കാണ്. അവിടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. അപ്പോൾ ഇപ്പോൾ PJ ജോസഫ് സാർ എടുത്തിരിക്കുന്ന ഈ ഒരു കർക്കശമായ ഒരു നിലപാട്, അതായത് തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 10 സീറ്റുകൾ തന്നെ തങ്ങൾക്ക് കിട്ടണം, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയും സീറ്റുകൾ കുറയ്ക്കണം. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് UDF ഏത് തരത്തിൽ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ കോൺഗ്രസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഏറെ കൗതുകമുണ്ട് നമുക്കെല്ലാവർക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VD സതീശനൊക്കെ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ഈ ഒന്നും ചെയ്യാതെ നടക്കുന്ന കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരൊക്കെ ഉണ്ട്. യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടും KSന് വേണ്ടിയിട്ടും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ അപവാദമായിക്കൊണ്ടിട്ട് ഈ റീൽസ് കുട്ടപ്പന്മാരായിട്ടുള്ള ചില നേതാക്കന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടുക്കിയും ഈ പീരുമേട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്ര സുഖകരമല്ല. കാരണം കോൺഗ്രസിനെ കഴിഞ്ഞും സംഘടനാ സംവിധാനം ഇടുക്കി ജില്ലയിലുള്ളത് കേരള കോൺഗ്രസുകൾക്കാണ്. അപ്പോൾ കേരള കോൺഗ്രസുകൾക്ക് വേണ്ട ഒരു അംഗീകാരം നൽകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതുകൂടാതെ ഒരു കാര്യം ഏറ്റവും സുപ്രധാനമായിട്ട് വരുന്നുണ്ടത്, ഏറ്റവും വലിയൊരു പൊളിറ്റിക്സിനെയാണ് ഇന്ന് PJ ജോസഫ് സാർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മുസ്ലിം ലീഗ്. കാരണം ഇപ്പോൾ ഓൾറെഡി കോൺഗ്രസിനും UDFനും എതിരെയുള്ള ഒരു വലിയ ഒരു ആരോപണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ കക്ഷികളൊക്കെ ആയിട്ട് കൂട്ടുചേരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വ്യഗ്രത കാണിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഈ പോപ്പുലർ ഫ്രണ്ടിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു തീരുമാനം വളരെ ശക്തമായിട്ട് തന്നെ, അതായത് ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും, ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് PJ ജോസഫ് സാർ ഇപ്പോൾ 10 സീറ്റ് തങ്ങൾക്ക് കിട്ടിയേ മതിയാവൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു സൈബർ ആക്രമണമുണ്ട്. ആ ആക്രമണം ഒന്നും താങ്ങാനുള്ള ശേഷിയൊന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇല്ല. അതൊരു സത്യമാണ്. എങ്കിൽ തന്നെയും അർഹിക്കുന്ന ഒരു ബഹുമാനം അവർക്ക് നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സീറ്റുകൾ തട്ടിപ്പറിച്ചെടുത്തതിന് ശേഷം അവിടെ ഏതെങ്കിലുമൊക്കെ റീൽസ് കുട്ടപ്പന്മാരെ കൊണ്ട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംശയവും നമുക്ക് വേണ്ട, PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി UDF വിട്ടിട്ട് LDFിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതായിട്ട് വരും. അത് കൂടാതെ തന്നെ PJ ജോസഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. NDA പോലെയുള്ള സംവിധാനങ്ങളുടെ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ട് കഴിഞ്ഞാൽ തൊടുപുഴയിലും കടുത്തുരുത്തിയിലും ഒക്കെ ഒരുപക്ഷെ നല്ല മത്സരം കാഴ്ചവെക്കാനായിട്ട് PJ ജോസഫിന് സാധിക്കും. ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ, കാരണം 2020 NDAയുടെ ഭാഗമായിട്ട് മാറിയതോടുകൂടി തന്നെ ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ചെറിയ ഒരു
ചായ്വ് എൻ ഡി എയുടെ ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതുകൂടാതെ തന്നെ പി ജെ ജോസഫ് സാറിനും താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത്. കാരണം ഈ യു ഡി എഫിനകത്ത് അടിമകളായി കിടക്കുന്നതിനേക്കാൾ നല്ലത് സ്വതന്ത്രമായിട്ട് പോയിട്ട് എൻ ഡി എക്കകത്ത് പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് പ്രവർത്തിക്കുന്നതാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് ആർക്കും അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കായിരിക്കും എൽ ഡി എഫിനകത്ത് എന്ത് സ്വാതന്ത്ര്യമാണെന്ന്. എൽ ഡി എഫിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനുമായിട്ട് ജനപിന്തുണയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാലും പി ജെ ജോസഫ് തന്നെയാണ് അവസാന തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. അതുകൂടാതെ കോൺഗ്രസ് വേണ്ട രീതിയിൽ പി ജെ ജോസഫ് സാറിനെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുമോ, അതോ പി ജെ ജോസഫിന്റെ വാക്കുകൾക്ക് വില നൽകാതെ പി ജെ ജോസഫിനെയും കൂടി യു ഡി എഫിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.